ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ അറ്റൻഡൻസ് എടുക്കാൻ പോവാണ്. ഓൺലൈനിൽ എത്തിയിട്ടുള്ളവർ മൈക്ക് ഓൺ ചെയ്തിട്ട് അറ്റൻഡൻസ് പറയുക. ഭവ്യ, അമൃത കൃഷ്ണൻ, ആര്യശ്രീ, ഹർഷ, ആവണി, ഭദ്ര, ഗൗരി, ആദി സുരേഷ്, അഭിനവ് സജു. ആരാ? ഓക്കെ. ഗോപു കൃഷ്ണൻ, ക്രിസൻ, കൃഷ്ണാസൻ, ദിമ, രഹൻ, സാന്ദ്ര, ആദിത്യ മോഹൻ, ഫാത്തിമ, ഫിദ, ആർ വിഷ്ണു, രേഷ്മ, അഭിജിത്ത് അജയ്, ആദർശ് ഉണ്ട്, അഭിനവ് സി, ഏബൽ, പ്രിൻസ് ബാബുരാജ്, പ്രിൻസ് ഉണ്ടോ? പ്രിൻസ്. ഓക്കെ. ആബ്സെൻറ്റീസിൻ്റെ പേര് ഞാനൊന്നുകൂടെ വായിക്കാം. ക്ലാസ് നമ്പർ 1 ഭവ്യ, ക്ലാസ് നമ്പർ 2 അമൃത കൃഷ്ണൻ, ക്ലാസ് നമ്പർ 4 ഹർഷ, ക്ലാസ് നമ്പർ 5 ആവണി. ആവണിയോട് ഹർഷയുണ്ടോ? ഇല്ല. ക്ലാസ് നമ്പർ 6 ഭദ്ര, ക്ലാസ് നമ്പർ 11 ക്രിസൻ, ക്ലാസ് നമ്പർ 21 അഭിജിത്ത് അജയ്, ക്ലാസ് നമ്പർ 24 ഏബൽ, 25 പ്രിൻസ്. അപ്പം നമ്മൾ ആര്യശ്രീ ബോർഡിൽ എഴുതിയിരിക്കുന്നത് വായിക്കാൻ പറ്റുന്നുണ്ടോ? ആര്യശ്രീക്ക് വായിച്ചാട്ടെ. 82ാമത്തെ ക്ലാസ് 28/11/2020 ഓക്കെ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ പുതിയ ഒരു ചാപ്റ്റർ കൂടി പഠിക്കാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററായ, അതായത് 11ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലേ? നിങ്ങൾ ഇതിനു മുമ്പ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ആര്യശ്രീ? കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു നിങ്ങൾ 7ാം ക്ലാസ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, 8ൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്, തുടർച്ചയാണ് നിങ്ങൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി മറ്റൊന്ന്, അടുത്ത വർഷം +1 നിങ്ങൾ സയൻസ് ഗ്രൂപ്പോ മാത്സ് ഉള്ള കൊമേഴ്സ് ഗ്രൂപ്പോ എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 15ാമത്തെ ചാപ്റ്ററായിട്ട് വീണ്ടും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനുണ്ട്. ഇത് കൂടാതെ ഹയർ ലെവൽ മാത്തമാറ്റിക്സ് പഠിക്കുന്ന എല്ലാ ടോപ്പിക്കുകൾക്കകത്തിലും സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ
അതിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പാഠത്തിൽ പഠിക്കുന്ന പല കാര്യങ്ങളും വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഞാൻ അയച്ചെന്ന നോട്ടിനകത്തിൽ ആദ്യം അതിൻ്റെ ബേസിക്കായ കാര്യങ്ങളാണ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ബേസിക് എന്താണെന്ന് ആര്യശ്രീ ഒന്ന് വായിച്ചേ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്? മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും അതിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. അതിലെ ഒരു ബ്രാഞ്ചിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വിച്ച് ഡീൽസ് വിത്ത് collection of data, classification of data, analysis of data, interpretation of data, conclusion of data. അപ്പോൾ നിങ്ങൾ ഏത് ലെവലിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാലും സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ആര്യശ്രീ ഇപ്പോൾ വായിച്ചത്. ഒന്ന്, കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ മീൻസ് ഇൻഫർമേഷൻ. എന്താണ് ഇൻഫർമേഷൻ? അപ്പോൾ കളക്ഷൻ ഓഫ് ഡേറ്റ മീൻസ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. രണ്ടാമത്തെ എന്താണ് ആര്യശ്രീ? Classification of data. ആ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം, തരം തിരിക്കണം. ഓക്കെ, അടുത്തത് Analysis of data. അനാലിസിസ് ഓഫ് ഡേറ്റ. അങ്ങനെ തരം തിരിച്ചു വെച്ച കാര്യങ്ങളെ നമ്മൾ വിശകലനം ചെയ്യണം. എന്ത് ചെയ്യണം? വിശകലനം, അനലൈസ് ചെയ്യണം. ഓക്കെ, അടുത്തത് Interpretation of data. അങ്ങനെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർപ്രട്ടേഷൻ. മലയാളത്തിൽ വ്യാഖ്യാനം എന്ന് പറയും. ഓക്കെ, അടുത്തത് Conclusion of data. അങ്ങനെ നമ്മൾ പഠിച്ച് ആ പഠനത്തിന്റെ അവസാനം നമ്മളൊരു കൺക്ലൂഷനിൽ, ഒരു ഫൈനൽ നിഗമനത്തിൽ എത്തിച്ചേരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. എവിടെ പഠിക്കുന്നത്? ഞാൻ ഉദാഹരണം പറയാം. ഇനി എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാം. ഞാനിപ്പോൾ കുറേ അധികം സ്ഥാപനങ്ങളിലെ കുട്ടികളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ 10ാം ക്ലാസ്സുകാർ അതിൻ്റെ 7-8 ബാച്ചുണ്ട് പല സ്ഥലങ്ങളിലായിട്ട്. ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, സാർ ഇതിൽ എവിടുത്തെ കുട്ടികളാണ് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പഠനത്തിൽ മികച്ച നിലവാരം പുലർത്തുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് ശാസ്ത്രീയമായ ഒരു ഉത്തരം പറയണമെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പോർഷൻ, അതായത് ഞാനീ പഠിപ്പിക്കാൻ പോകുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും കുട്ടികൾക്ക് ഒരു പോർഷൻ പഠിക്കാനായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ പോർഷനെ വെച്ചുകൊണ്ട് ഒരു നിശ്ചിത മാർക്കിൻ്റെ പരീക്ഷ, ഫോർ എക്സാമ്പിൾ ഒരു 50 മാർക്കിൻ്റെ എന്ന് വിചാരിക്കുക, ഒരു 50 മാർക്കിൻ്റെ പരീക്ഷ ഒരേ ദിവസം ഒരേ സമയത്ത് ഈ എല്ലാ സ്ഥാപനങ്ങളിലും നടത്തി ഞാനതിൻ്റെ ആൻസർ ഷീറ്റ് കൊണ്ടുവരുന്നു. ആൻസർ ഷീറ്റ് നോക്കുന്നു. ആൻസർ ഷീറ്റ് നോക്കി മാർക്കൊക്കെ ഇട്ട് ഓരോരുത്തരുടെയും മാർക്കൊക്കെ ടോട്ടലൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് ഞാനൊരു മാർക്ക് ഷീറ്റ് തയ്യാറാക്കും. ആ മാർക്ക് ഷീറ്റിനെയാണ് ആര്യശ്രീ വായിച്ച ഒന്നാമത്തെ പോയിന്റ്. എന്തോ ആര്യശ്രീ? അപ്പോൾ നമ്മൾ മാർക്കിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ മാർക്കാണ് ഇവിടുത്തെ ഡേറ്റ. അപ്പം മാർക്ക് ഷീറ്റിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കളക്ഷൻ ഓഫ് ഡേറ്റ എന്ന് വിളിക്കാം. ഇനി ആ കിട്ടിയ മാർക്കുകളെ ഞാൻ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ 0 മാർക്ക് മുതൽ 10 മാർക്ക് വരെ മേടിച്ചവർ എത്ര പേരുണ്ട് അല്ലേ? 10 മുതൽ 20 വരെ മേടിച്ചവർ എത്ര പേരുണ്ട്? 20 മുതൽ 30 വരെ മാർക്ക് മേടിച്ചവർ എത്ര പേരുണ്ട്? 30 മുതൽ 50 വരെ മാർക്ക് മേടിച്ചവർ എത്ര പേരുണ്ട് എന്ന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ക്ലാസിഫൈ ചെയ്യണം, തരം തിരിക്കണം. ഓക്കെ, മൂന്നാമത്തെ എന്തുവായിരുന്നു? അങ്ങനെ തരം തിരിച്ചു വെച്ച വിവരങ്ങളെ ഞാൻ വിശദമായി പഠിക്കണ്ടേ? ഫോർ എക്സാമ്പിൾ 0 മുതൽ 10 വരെ മാർക്ക് മേടിച്ചവർ എത്ര പേരുണ്ട് എന്ന് ഞാൻ വിശദമായി പഠിക്കണ്ടേ? 10 മുതൽ 20 വരെ മാർക്ക് മേടിച്ചവർ എത്ര പേരുണ്ട്? ഇതിലെവിടെയാണ് കൂടുതൽ ആളുകൾ വന്നിരിക്കുന്നത്, ഇതിലെവിടെയാണ് കുറച്ചാളുകൾ വന്നിരിക്കുന്നത് എന്ന് ഞാൻ പഠിക്കണ്ടേ? അടുത്തത് എന്താണ്? അങ്ങനെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഓരോ സ്ഥാപനങ്ങളിലെയും മാർക്കുകൾ വെച്ച് ചില ഇൻ്റർപ്രട്ടേഷൻ, ചില വ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ എത്താറുണ്ട്. വ്യാഖ്യാനം ശരിയാകാം, തെറ്റാകാം. പക്ഷെ നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് ചില ഇൻ്റർപ്രട്ടേഷൻസ്, ചില വ്യാഖ്യാനങ്ങളൊക്കെ നമുക്ക് തോന്നും. ഓക്കെ, അടുത്തത് Conclusion of
അങ്ങനെ നമ്മുടെ പഠനത്തിൻ്റെ അവസാനം നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കും അല്ലേ? ഇന്ന സ്കൂളിലെ അല്ലെങ്കിൽ ഇന്ന ട്യൂഷൻ സെൻറ്ററിലെ കുട്ടികളാണ് പഠനത്തിൽ മികച്ച നിലവാരം കാത്തു സൂക്ഷിക്കുന്നത് എന്നാണല്ലോ നമ്മൾ ആ റിപ്പോർട്ടിൻ്റെ അവസാനം എഴുതുന്നത്. ഇങ്ങനെ ഉള്ള പഠനത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്നതല്ല. നിങ്ങൾ അവിടെ ആരെങ്കിലും ചോദിക്കുകയാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് കളക്ഷൻ ഓഫ് ഡേറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ, അനാലിസിസ് ഓഫ് ഡേറ്റ, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡേറ്റ ആൻഡ് കൺക്ലൂഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, അടുത്തത് അതിനുശേഷം ആവണി ആരുടെ ഒരാളുടെ പേരാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത്. ആരുടെ പേരാണ്? ആവണി ജോൺ ഗ്രോൻഡ്. ഗാരന്റ് അല്ല, ജോൺ ഗ്രോൻഡ്. എന്താണ്? നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പഠനം തുടങ്ങുമ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് പ്രധാനപ്പെട്ട പേരുകളിലൊന്നാണ് ജോൺ ഗ്രോൻഡിന്റെ പേര്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഇംഗ്ലണ്ടിലെ ഈ തുന്നലുണ്ടല്ലോ, തയ്യൽ ജോലിയില്ലേ, തയ്യൽ ജോലി, ഈ തയ്യൽ ജോലിക്ക് ആവശ്യമായ സാധനങ്ങൾ, നമ്മുടെ ബട്ടൺസ്, നൂല്, സൂചി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് കൊടുത്ത് കച്ചവടം ചെയ്ത് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ജോൺ ഗ്രോൻഡ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, അങ്ങനെ ഒരാളും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധം ഇതാണ്. ഈ ജോൺ ഗ്രോൻഡിൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ ഭയങ്കരമായ ഒരു പട്ടിണി പടർന്നു പിടിച്ചു. എന്താണ് പട്ടിണി പടർന്നു പിടിക്കുക എന്ന് ചോദിച്ചാൽ, ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തെ മുഴുവൻ ആളുകളും പട്ടിണി കിടന്ന് മരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ ജോൺ ഗ്രോൻഡ് എന്ന് പറയുന്ന മനുഷ്യൻ പട്ടിണിയെക്കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തി. എന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ രാജ്യത്ത് പട്ടിണി ഉണ്ടായത്, ഇതിനാരാണ് കാരണക്കാർ, എന്താണ് ഇതിന് പരിഹാര മാർഗം, ഇനി ഒരു പട്ടിണി ഉണ്ടാകാതെ നമ്മുടെ രാജ്യത്തെ എങ്ങനെ സംരക്ഷിക്കാം എന്നെല്ലാം പുള്ളിക്കാരൻ്റെ പഠനത്തിൽ എന്ത് ചെയ്തു? പുള്ളി ഉൾപ്പെടുത്തി. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് പുള്ളി ഒരു റിപ്പോർട്ടാക്കി തയ്യാറാക്കി അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിച്ചു. അപ്പോൾ ഇത് വായിച്ചു നോക്കിയ രാജാവിനൊരു കാര്യം മനസ്സിലായി. ഈ റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുന്നയാൾ ജോലി കൊണ്ട് തുന്നൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ഇയാളുടെ തലയിൽ താമസമുള്ള ആളാണെന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? മനസ്സിലായി. അപ്പോൾ ഈ ജോൺ ഗ്രോൻഡിനെ പിടിച്ച് അന്നത്തെ ഇംഗ്ലണ്ടിലെ റോയൽ സൊസൈറ്റി, പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, രാജാവിന് തൊട്ട് താഴെയൊക്കെ ഉള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സഭയാണ് റോയൽ സൊസൈറ്റി. ആ റോയൽ സൊസൈറ്റിയിലെ ആരാക്കി മാറ്റി? അംഗമാക്കി മാറ്റി. പക്ഷേ അന്ന് റോയൽ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആർക്കും ഈ ജോൺ ഗ്രോൻഡിനെ റോയൽ സൊസൈറ്റിയിലേക്ക് എടുത്തത് ഇഷ്ടപ്പെട്ടില്ല. അവസാനം പട്ടിണിയെക്കുറിച്ച് പഠിച്ച മനുഷ്യൻ പട്ടിണി കിടന്ന് എന്ത് ചെയ്തു? മരിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായി. ഇനി എന്താണ് ജോൺ ഗ്രോൻഡിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടുള്ള ബന്ധമെന്ന് ചോദിച്ചാൽ, ആര്യശ്രീ അല്പം മുമ്പേ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടൊരു 4-5 പോയിന്റുകൾ പറഞ്ഞു. ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ടൊരു പഠനം നടത്തിയ മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഗ്രോൻഡ് എന്ന് പറയുന്നത്. ആരാണ്? ജോൺ ഗ്രോൻഡ്. ജോൺ ഗ്രോൻഡിൻ്റെ കാര്യം മനസ്സിലായോ? ജോൺ ഗ്രോൻഡിൻ്റെ കാര്യം മനസ്സിലായോ? ഓക്കെ. അടുത്ത മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് R.A. ഫിഷർ. ആരാണ്? R.A. ഫിഷർ. അദ്ദേഹം എന്താണെന്ന് ചെയ്തതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട തിയറീസാണ്, സിദ്ധാന്തങ്ങളാണ്. ഒന്ന് എവല്യൂഷൻ തിയറി അല്ലേ, പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ടോ? ആരുടെയാണ്? ചാൾസ് ഡാർവിൻ്റെ. HMS ബ്യൂഗിൾ എന്ന് പറയുന്ന തൻ്റെ കപ്പലിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചതിന് ശേഷം പഠിക്കാവുന്ന ജീവിവർഗങ്ങളെ എല്ലാം കുറിച്ച് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നൊരു പുസ്തകം, ജീവിവർഗങ്ങളുടെ ഉത്ഭവം എന്ന് പറയുന്ന ഒരു പുസ്തകം അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ഭൂമിയിൽ ജീവൻ ഉണ്ടായത് എന്നും ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായി വന്നു എന്നും വിശദമായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന പുസ്തകം അക്കാലഘട്ടങ്ങളിൽ ആളുകൾ അത്ര പെട്ടെന്നൊന്നും സ്വീകരിച്ചില്ല. എന്താ കാര്യം? അതായത്
ലോകം മുഴുവൻ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ്. ലോകം മുഴുവൻ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണത്തിന് കീഴിലാണ്. അപ്പോൾ ബ്രിട്ടീഷുകാർ പൊതുവെ കത്തോലിക്ക മതവിശ്വാസികളാണ്. അപ്പോൾ കത്തോലിക്കരെ സംബന്ധിച്ച് അവരുടെ ബൈബിളിലെ പഴയ നിയമത്തിൽ 7 ദിവസം കൊണ്ടാണ് ഈശ്വരൻ ഭൂമിയെയും ഈ ആകാശത്തെയും ഇതിൽ കാണുന്ന ജീവജാലങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചാൾസ് ഡാർവിൻ പറയുന്നത് അങ്ങനെ ഒന്നുമല്ല ഭൂമിയിൽ എന്തുണ്ടായിരിക്കുന്നത്, ജീവൻ ഉണ്ടായിരിക്കുന്നത് എന്ന് ശാസ്ത്രീയമായ പഠനത്തിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. ഇനി രണ്ടാമത്തെ ആളിൻ്റെ പേര് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ. പഠിച്ചിട്ടുണ്ടോ? ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ പഠിച്ചിട്ടുണ്ടോ? ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ പഠിച്ചിട്ടേ ഇല്ലേ? ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലയോ നിങ്ങൾ? ഹെറിഡിറ്ററി അഥവാ പാരമ്പര്യം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അച്ഛനിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അപ്പൂപ്പനിൽ നിന്ന്, അമ്മൂമ്മയിൽ നിന്നൊക്കെ ചില ഗുണങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹെറിഡിറ്ററി പാരമ്പര്യം. ഈ ഹെറിഡിറ്ററി പാരമ്പര്യത്തെ കുറിച്ച് ആദ്യമായി പഠിച്ച ഒരു മനുഷ്യന്റെ പേരാണ് എന്ത്? ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ. അദ്ദേഹം ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്നു കേട്ടോ, ഒരു കത്തോലിക്ക വൈദികൻ. അദ്ദേഹം ചെയ്തെന്താന്ന് ചോദിച്ചാലേ, അദ്ദേഹം പൊക്കം കൂടിയ പയർച്ചെടിയും പൊക്കം കുറഞ്ഞ പയർച്ചെടിയും കൂടെ, ആരുടെയോ മൈക്ക് ഓണായി കിടന്നിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, മൈക്ക് ഓഫ് ചെയ്യുക. പൊക്കം കൂടിയ പയർച്ചെടിയും പൊക്കം കുറഞ്ഞ പയർച്ചെടിയും കൂടെ അദ്ദേഹം വർഗസങ്കരണം നടത്തി, ഹൈബ്രിഡൈസേഷൻ നടത്തി. എന്നിട്ടുണ്ടായ ഒന്നാം തലമുറയിൽ നോക്കിയപ്പം അവിടെ എല്ലാം പൊക്കക്കുറവുള്ളതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചു ഈ തലമുറയോട് കൂടി എന്തില്ലാതായി, പൊക്ക കൂടുതൽ ഇല്ലാതായി. പക്ഷേ രണ്ടാം തലമുറ എത്തിയപ്പോൾ അവിടെ പൊക്ക കൂടുതലുള്ളതും ഉണ്ടായിരുന്നു, പൊക്ക കുറവുള്ളതും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതിന് പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചിലപ്പോൾ നിങ്ങളുടെ അച്ഛന് നല്ലവണ്ണം തലമുടി ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കഷണ്ടി കാണാം. കാരണം അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അച്ഛൻ്റെ അച്ഛൻ, അതായത് അപ്പൂപ്പൻ എന്തുണ്ടായിരുന്നു? കഷണ്ടി ഉണ്ടായിരുന്നു. ചിലയിടത്തൊക്കെ അച്ഛനും അമ്മയും നല്ലവണ്ണം കറുത്തവരായിരിക്കും, പക്ഷെ അവർക്കുണ്ടാകുന്ന കുട്ടികൾ നല്ലവണ്ണം വെളുത്തതായിരിക്കും. നമ്മൾ അവരെ സംശയത്തോട് നോക്കണ്ട, കാരണം ചിലപ്പോൾ അവരുടെ മുൻ തലമുറകളിലെ ആരെങ്കിലും ഒക്കെ വെളുത്തവരായിരിക്കും. ഇതിനെക്കുറിച്ച് വിശദമായി പഠിച്ച ഒരു മനുഷ്യന്റെ പേരാണ് എന്ത്? ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ. അദ്ദേഹം പിന്നീട് നിങ്ങൾക്ക് +1 ക്ലാസ്സിലൊക്കെ വരുമ്പോൾ ഹെറിഡിറ്ററിയെ കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട്, ജെനറ്റിക്സിനെ കുറിച്ച് കേട്ടോ. ഫാദർ ഓഫ് ജെനറ്റിക്സ്, ജനിതക ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന മനുഷ്യനാണ് ആരെന്ന് പറയുന്നത്? ഫാദർ ജോൺ ഗ്രിഗർ മെൻഡൽ എന്ന് പറയുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും ഈ സിദ്ധാന്തങ്ങളുടെ ഒരു കുഴപ്പം എന്ന് പറയുന്നത്, ബയോളജി അറിയാവുന്നവർക്ക് മാത്രമേ ഇത് വായിച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റൂ. എന്നാൽ അത്ര പ്യുവർ സയൻസിലെ ടേമുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശരി ഇതിലെ ഒറിജിനൽ സ്പീഷീസ് ജീവിവർഗങ്ങളുടെ ഉത്ഭവത്തിൻ്റെ മലയാള പരിഭാഷ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്കതിൽ ഒരു പേജ് വായിക്കണമെങ്കിൽ തന്നെ കുറഞ്ഞത് 2 ദിവസം വേണം, കാരണം അത്രയേറെ ഡീറ്റെയിൽഡ് ആയിട്ട് സയൻസിലെ ടേമുകൾ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ ഈ R.A. ഫിഷർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഈ 2 സിദ്ധാന്തങ്ങളെയും ഈ 2 തിയറംസിനെയും സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ത് ചെയ്തു? അവതരിപ്പിച്ചു കൊടുത്തു. അതെങ്ങനെയാണ്? ഞാൻ ഉദാഹരണം പറയാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു അമ്മൂമ്മയുണ്ട് അല്ലെങ്കിൽ ഒരു അപ്പൂപ്പനുണ്ട് എന്ന് വിചാരിക്കാം. ഒരു ദിവസം അമ്മൂമ്മ പെട്ടെന്ന് തല കറങ്ങി വീണു. അങ്ങനെ തല കറങ്ങി വീണ് അമ്മൂമ്മ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അമ്മൂമ്മയുടെ ബ്ലഡ് ഒന്ന് പരിശോധിച്ചു, രക്തമൊന്ന് പരിശോധിച്ചു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്തുണ്ടെന്ന് കണ്ടെത്തി? ഷുഗർ ഉണ്ടെന്ന് കണ്ടെത്തി. ഷുഗർ ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന് വിചാരിക്കാം. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് അമ്മൂമ്മയ്ക്ക് കൂടുതലാണ്. അങ്ങനെ വന്നപ്പോഴാണ് അമ്മൂമ്മ തല കറങ്ങി വീണതെന്ന് എന്ത് ചെയ്യുക? ഡോക്ടർ പറഞ്ഞു. തുടർന്ന് നമ്മൾ എല്ലാ മാസങ്ങളിലും അമ്മൂമ്മയുടെ പഞ്ചസാര നില എന്ത് ചെയ്യും? ചെക്ക് ചെയ്യുമ്പോൾ അമ്മൂമ്മയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് 100-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ പറയും അമ്മൂമ്മയ്ക്ക് എന്തുണ്ട്? ഷുഗറുണ്ട്. 1-2 തവണയായപ്പോൾ അമ്മൂമ്മയ്ക്ക് മനസ്സിലായി 100-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ എന്തുണ്ടെന്ന്?
പക്ഷെ നിങ്ങൾ പലപ്പോഴും അമ്മൂമ്മയോട് ചോദിച്ചാൽ അമ്മൂമ്മ എന്താണ് ഈ ഡയബറ്റിക് അല്ലെങ്കിൽ എന്താണ് ഈ ഷുഗർ എന്ന് ചോദിച്ചാൽ അമ്മൂമ്മയ്ക്ക് ശാസ്ത്രീയമായിട്ട് അറിയാമോ കാര്യം? ഇല്ല. പക്ഷെ അമ്മൂമ്മയ്ക്ക് ഒരു കാര്യം അറിയാം. അമ്മൂമ്മയ്ക്ക് എന്തുണ്ട്? അതാണ് മാത്തമാറ്റിക്സിന്റെ ഗുണമെന്ന് പറയുന്നത്. അമ്മൂമ്മയ്ക്ക് ഈ പറയുന്ന വിധത്തിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിനകത്തിൽ അധികം വരുന്ന സാധനത്തെ ശരീരം ഗ്ലൂക്കോസ് ആക്കി മാറ്റുമെന്നും ഈ ഗ്ലൂക്കോസ് നിങ്ങളുടെ ബ്ലഡ് വെയിൻസിൽ പോയി അടിഞ്ഞുകൂടുമെന്നും അങ്ങനെയാണ് ശരീരത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നതെന്നും ഇതിനെ കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട് ശരീരത്തിലെ പാൻക്രിയാസിലെ ആൽഫാ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്ന സമയത്താണ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നത്. ഇതൊന്നും ആർക്കറിയില്ല. അമ്മൂമ്മയ്ക്ക് അറിയത്തില്ല. പക്ഷെ അമ്മൂമ്മയ്ക്ക് റീഡിങ് നോക്കണം. അമ്മൂമ്മയ്ക്ക് ഒരു കാര്യം അറിയാം. അമ്മൂമ്മയ്ക്ക് എന്തുണ്ടെന്ന്? ഇതേ പരിപാടിയാണ് ആർ.എ. ഫിഷർ ചെയ്തത്. ആർ.എ. ഫിഷർ ചെയ്തത് ഈ പറയുന്ന എവല്യൂഷൻ തിയറിയും പരിണാമ സിദ്ധാന്തവും നമ്മുടെ എന്താണ് ജനറ്റിക്സ് ജനിതക ശാസ്ത്രവും അദ്ദേഹം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അവതരിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആർ.എ. ഫിഷറിനെ എന്ത് വിളിക്കുന്നത്? ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതി വിവര കണക്കിന്റെ പിതാവെന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഇനി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവുണ്ട്. ആരാണ്? PC മഹലനോബിസ്. ആരാണ്? എന്താണ്? PC മഹലനോബിസ്. ആരാണ്? PC മഹലനോബിസ്, പ്രശാന്ത ചന്ദ്ര മഹലനോബിസ് എന്ന PC മഹലനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹം കൊൽക്കത്തക്കാരനായിരുന്നു. ഇന്നും അദ്ദേഹത്തിന്റെ പേരിൽ കൊൽക്കത്തയിൽ മഹലനോബിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ വളരെ സിമ്പിളായൊരു ചോദ്യം ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് ഇച്ചിരി ഹയർ ലെവൽ. ഞാൻ ചോദിച്ചതല്ല. ഇങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് കൊണ്ട് ഒരു സാധാരണക്കാരൻ എന്താണ് പ്രയോജനം? ഈ പഠനം എന്നുള്ളതല്ല, ഒരു സാധാരണ നമ്മൾ പലപ്പോഴും കണക്ക് ക്ലാസ് കഴിയുമ്പോൾ പിള്ളേർ ചോദിക്കാറുണ്ട്, സാർ ഞങ്ങൾ സൈൻ പഠിച്ചിട്ട് കടയിൽ ചെന്നിട്ട് സൈനിലാണോ പഞ്ചസാര മേടിക്കുന്നത്, കോസിലാണോ ചീനി മേടിക്കുന്നത്, ടാനിലാണോ മീൻ വാങ്ങിക്കുന്നതൊക്കെ പിള്ളേർ ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കള മുതൽ ഒരു രാജ്യത്തിൻ്റെ ഭരണം വരെയുള്ള എല്ലാ പ്രക്രിയയിലും ആർക്ക് റോളുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നാം, അടുക്കളയും സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിൽ എന്താണ് ബന്ധം? ഇന്ന് രാവിലെ നടന്നൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വീട്ടിൽ അമ്മ ചായ ഇടാറില്ലേ? ഈ ഇടുന്ന ചായക്ക് മധുരമുണ്ടോ ഇല്ലയോ എന്ന് അമ്മ എങ്ങനെ പരിശോധിക്കുന്നത്? ഒരു കപ്പ് ചായ കുടിച്ചു നോക്കണ്ടാണോ? അല്ല. പിന്നെന്ത് ചെയ്യും അമ്മ? അതിനകത്തിൽ നിന്ന് ഒരു സ്പൂണ് കൊണ്ട് ഒരല്പം ചായ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കും. അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം ഉണ്ടെങ്കിൽ അമ്മ തീരുമാനിക്കുന്നു ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചായക്ക് എന്തുണ്ട്? മധുരമുണ്ട്. ഇത് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു മെത്തേഡാണ്. ഈ മെത്തേഡിന്റെ പേരാണ് സാമ്പിളിംഗ് എന്ന് പറയും. എന്ത് പറയും? സാമ്പിളിംഗ്. ഇനി ഉണ്ട് എക്സാമ്പിൾ. അമ്മ അരി വേവിക്കാറില്ലേ? ചോറിന് വേണ്ടിയിട്ട് അരി വെക്കാറില്ലേ? അരി. ഈ അരി വെന്തോ ഇല്ലയോ നമ്മ എങ്ങനെ പരിശോധിക്കുന്നേ? ആ കലത്തിനകത്തിലേക്ക് ഒരു തവി ഇട്ടിട്ട് ആ തവി കൊണ്ടൊരല്പം ചോറ് അതിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് ഈ തവിക്കകത്തിലിരിക്കുന്ന ചോറൊന്ന് ഞെക്കി നോക്കും കൈ കൊണ്ട്, അല്ലേ? ആ ചോറ് വെന്തെങ്കിൽ അമ്മ തീരുമാനിക്കുന്നു പാത്രത്തിനകത്ത് കിടക്കുന്ന മൊത്തം അരി എന്ത് ചെയ്തിട്ടുണ്ടെന്ന്. ഇങ്ങനെ. അല്ലെങ്കിൽ നാരങ്ങാ വെള്ളം കലക്കുന്നു. നാരങ്ങാ വെള്ളത്തിന് മധുരം ഉണ്ടോ എന്ന് അമ്മ തീരുമാനിക്കുന്നത് കലക്കി വെച്ചതിനകത്ത് നിന്ന് ഒരു ചെറിയ തവിയോ സ്പൂണോ ഇട്ടിട്ട് അല്പം നാരങ്ങാ വെള്ളം കുടിച്ചു നോക്കുന്നു. കുടിച്ചു നോക്കിയതിന് ശേഷം ഈ ഗെയിമർ എന്ന പേരുള്ളത് ആരാണ്? ഗെയിമർ. അഭിനവേ, ഒന്നുകിൽ അവിടെ ഭയങ്കര ബഹളം നടക്കുന്നുണ്ട്, ഒന്നുകിൽ അഭിനവ് മൈക്ക് മ്യൂട്ട് ചെയ്തിടുക. അതല്ലെങ്കിൽ വീട്ടിൽ സംസാരിക്കുന്ന ആളുകളോട് പറയുക ബഹളം ഉണ്ടാക്കാതിരിക്കാം, കേട്ടോ. അപ്പോൾ
അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ പാത്രത്തിൽ വെന്തുകൊണ്ടിരിക്കുന്ന മൊത്തം ചോറിനെ സ്റ്റാറ്റിസ്റ്റിക്സിൽ വിളിക്കും പോപ്പുലേഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കുന്നു? പോപ്പുലേഷൻ. അതിനകത്ത് നിന്ന് എടുത്തോണ്ട് വരുന്ന കുറച്ചു പാർട്ടിനെ വിളിക്കുന്ന പേരാണ് സാമ്പിൾ. എന്താണ്? അപ്പൊ സാമ്പിളിനെ കുറിച്ച് പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡിന് എന്ത് പേര് പറയുന്നത്? സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അടുക്കളയിലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഉപയോഗം മനസ്സിലായോ? ഇനി ഇതിനിടയിൽ നിങ്ങൾ പങ്കെടുക്കുന്ന ഏത് മേഖലയിലെ സ്റ്റാറ്റിസ്റ്റിക്സിന് ഉപയോഗമുണ്ട്. ഞാനിനി നേരെ അങ്ങ് രാജ്യത്തിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. ഒരു രാജ്യത്തെ ഗവൺമെൻറ് ആ രാജ്യത്തിലെ പൗരന്മാർക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾ ആരംഭിക്കാറില്ലേ? വെൽഫെയർ സ്കീമുകൾ ആരംഭിക്കാറില്ലേ? ഉണ്ട്. സർക്കാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെൽഫെയർ സ്കീമുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത്? ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സ്ത്രീകൾ വളരെ കൂടുതൽ പങ്കെടുക്കുന്ന ഒരു വെൽഫെയർ സ്കീമിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലയോ? ഇങ്ങനെ ഒരു പദ്ധതി സർക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ആവിഷ്കരിച്ചത്? അല്ലെങ്കിൽ സർക്കാരിന് എപ്പോൾ തോന്നി ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ കൊള്ളാം എന്ന്? ചോദ്യം മനസ്സിലായോ? തൊഴിലിന്റെ ക്ഷാമം ഉള്ളത് കൊണ്ടല്ല തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത്. അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ത്യയിൽ ഓരോ 10 വർഷം കൂടുമ്പോഴും ഒരു കണക്കെടുപ്പ് നടക്കാറുണ്ട്. അതിന്റെ പേരറിയാമോ? സെൻസസ്. എന്താണ്? കാനേഷുമാരി ജനസംഖ്യാ കണക്കെടുപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഒരു എന്യൂമറേറ്റർ എന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു 1/4 മണിക്കൂർ ഇരുന്ന് ആ വീടിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? എഴുതിയെടുക്കുന്നു, ശേഖരിക്കുന്നു. ഈ ശേഖരിച്ച വിവരങ്ങളൊക്കെ ഒരു വർഷക്കാലയളവ് കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റുകളും പഠിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്കീമുകൾ എന്ത് ചെയ്യുന്നത്? നടപ്പിലാക്കുന്നത്. ഇനി എന്തിനാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വുമൺ എംപവർമെൻ്റ് ആണ്, സ്ത്രീ ശാക്തീകരണമാണ്. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, തൊഴിലുറപ്പ് പദ്ധതിയിൽ പുരുഷന്മാരെക്കാൾ മഹാഭൂരിപക്ഷം ആരാണ്? അതെന്താണ് ഈ സ്ത്രീകൾ കൂടുതലായി തൊഴിലുറപ്പ് പദ്ധതിയിൽ വരാനുള്ള കാരണം? അതാണ് കാരണം. അതായത് പുരുഷന്മാരെ സംബന്ധിച്ച് ജോലി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ അത്ര പെട്ടെന്ന് ആർക്ക് ജോലി കിട്ടില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് കോളർ ജോബ് അല്ല, ഗവൺമെന്റ് സർവീസിൽ കയറുക തുടങ്ങിയ ജോലികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെയുള്ള മേഖലകളിലെ ജോലികളിലേക്ക് സ്ത്രീകൾ എത്തപ്പെടുക. ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പണിക്കൊരു മേശിരി അന്വേഷിക്കുമ്പോൾ നിങ്ങളൊരു പുരുഷ മേശിരിയാണ് അന്വേഷിക്കുന്നത്, ആരെ അല്ല? ഒരു സ്ത്രീ മേശിരി അല്ല, ആണോ? നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അയ്യ ഒന്ന് വൃത്തിയാക്കാൻ നിങ്ങൾ അന്വേഷിക്കുന്നത് ഒരു പുരുഷനായ തൊഴിലാളിയാണ് അന്വേഷിക്കുന്നത്, ആരെ അല്ല? സ്ത്രീയെ അല്ല. അപ്പോൾ പലപ്പോഴും സമൂഹത്തിൽ സ്ത്രീകൾക്ക് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. ഇനി ഇവരെ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ വിളിച്ചവർ വരുമോ? വരില്ല. നിങ്ങളുടെ വീട്ടിലിപ്പോൾ അയ്യം ചെത്തി വരാനായിട്ട് ഒരു സ്ത്രീയോട് ഒറ്റയ്ക്ക് വരാൻ പറയാൻ വരുമോ? ഇല്ല. അപ്പം സർക്കാർ തീരുമാനിച്ചു സ്ത്രീകളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ എന്ത് ചെയ്യുക? ഉണ്ടാക്കുക. എന്നിട്ട് ഈ ഗ്രൂപ്പുകളെ എന്തേൽപ്പിക്കുക? എന്ന് മാത്രമല്ല, ഒരു വർഷത്തിൽ നിശ്ചിത ജോലി ദിവസങ്ങൾ അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. 200 ദിവസം അല്ലെങ്കിൽ 220 ദിവസം എന്ന് പറഞ്ഞ് അത്രയും ദിവസങ്ങൾ ഉറപ്പുവരുത്തുകയും അത്രയും ദിവസങ്ങളുടെ ജോലികൾ അവർക്ക് കൊടുക്കുകയും അതിലൂടെ അവർക്ക് നിശ്ചിതമായ ഒരു വരുമാനം കൊടുക്കുകയും അത് അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുകയും ചെയ്യുകയാണ്. ശരിയല്ലേ? ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. നിങ്ങൾ നോക്കുമ്പോൾ ഒരു പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിക്ക് കിട്ടുന്ന കൂലി സാധാരണ കൂലി അപേക്ഷിച്ച് വളരെ കുറവായിരിക്കാം. ഒരു പുരുഷ തൊഴിലാളിക്ക് ഒരു ദിവസം 1000 രൂപ കിട്ടുമ്പോൾ ചിലപ്പോൾ തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീക്ക് ചിലപ്പോൾ 220 രൂപയോ 225 രൂപയോ ആയിരിക്കും കിട്ടുന്നത്. ശരിയല്ലേ? അപ്പം നിങ്ങൾ ചോദിക്കില്ലേ, സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ ശമ്പളം കൊടുത്തല്ലേ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത്? അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പുരുഷനായ ഒരു തൊഴിലാളി രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഒറ്റയ്ക്കാണ് ഈ ജോലി ചെയ്യുന്നത്. മറിച്ച് ഇവിടെ 10 പേരെങ്കിലും അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ജോലി എന്ത് ചെയ്യുന്നത്?
അപ്പോൾ അവർക്ക് അത്രയും പേർക്കായിട്ട് ഈ സാലറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാറണ്ടേ? ഇനി മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ 1000 രൂപ കിട്ടുന്നതും നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ 1000 രൂപ കിട്ടുന്നതും തമ്മിൽ ആനയും ആടും പോലുള്ള വ്യത്യാസമുണ്ട്. ശരിയാണോ? ആണോ? ആണോ അല്ലയോ? 1000 രൂപ ഒരു പുരുഷൻ്റെ കയ്യിൽ കിട്ടുന്നതും 1000 രൂപ ഒരു സ്ത്രീയുടെ കയ്യിൽ കിട്ടുന്നതും മൂല്യത്തിൽ 1000 രൂപ തന്നെയാണ്. പക്ഷേ അത് സ്ത്രീയുടെ കയ്യിൽ കുറച്ചും കൂടി സുരക്ഷിതമായിരിക്കും ആ 1000 രൂപ. ശരിയോ തെറ്റോ? പലപ്പോഴും 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന പുരുഷൻ അതിൽ നിന്നൊരു 250 രൂപ വൈകിട്ടെടുത്ത് കൂട്ടുകാരും ഒക്കെ ചേർന്ന് ഷെയർ ഇട്ട് അല്ലേ ഇച്ചിരി അടിച്ച് നല്ല പരുവത്തിലായിരിക്കും വീട്ടിൽ വരുന്നത്. പക്ഷെ സ്ത്രീക്കാണ് ഈ 1000 രൂപ കിട്ടുന്നെങ്കിൽ സ്ത്രീ വൈകിട്ട് അതിന് പൈസ എടുത്ത് ക്വാർട്ടർ മേടിച്ച് അടിച്ച് കിണ്ടായിട്ടാണോ വരുന്നത്? അല്ല. അപ്പോൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പൈസ കൃത്യമായി എവിടേക്ക് തന്നെ വന്നു ചേരും? കുടുംബത്തിലേക്ക് തന്നെ വന്നു ചേരും. ഇനി മറ്റൊരു ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമ്മൾ വിദ്യാഭ്യാസപരമായി എത്ര ഉയർന്നവരാണെങ്കിൽ പോലും നമ്മളുടെയൊക്കെ മനസ്സിലിരിക്കുന്ന, എന്നാൽ അധികം പുറത്ത് കാണിക്കാത്ത, എന്നാൽ പ്രവൃത്തിയിൽ എപ്പോഴുമുള്ള ഒരു സാധനമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സാധനം. നമ്മൾ പറയും ജാതി വ്യവസ്ഥ, നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളെല്ലാവരും ഒരേപോലെയൊക്കെയാണ് താമസിക്കുന്നതൊക്കെ പറയും. പക്ഷേ ഈ അയൽക്കൂട്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ കുടുംബശ്രീയിലൂടെ അല്ലെങ്കിൽ ഈ തൊഴിലുറപ്പിലൂടെ സർക്കാർ അങ്ങനെയും ഒരു ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ത്? ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ നായന്മാരായ 10 പെണ്ണുങ്ങൾ ചേർന്നിട്ടാണോ ഒരു ഇതിൻ്റെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? അല്ല. SNDPക്കാരായ 10 പേർ ചേർന്നിട്ട് മറ്റൊരു ഗ്രൂപ്പ്, അങ്ങനെയാണോ? അല്ല. വിവിധ ജാതി മതസ്ഥരായ ആളുകൾ ഒരുമിച്ച് കണ്ടിട്ടില്ലേ? ആദ്യം പോയി 20 പേരുടെ ഒരു തെങ്ങിന് തടവെടുക്കുന്നു, പിന്നെ താടിക്ക് ഇങ്ങനെ തൂമ്പായി വെച്ചുകൊണ്ട് കുറേ നേരം ഇങ്ങനെ അടുത്ത് നിൽക്കുന്നു അല്ലേ, പിന്നെ അതിന് ശേഷം കുറേ നേരം എവിടെയെങ്കിലും മാറി ഇരിക്കുന്നു. അപ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിൽ നിന്ന് ചായ ഇട്ടുകൊണ്ട് വരും, അതെല്ലാവരുടെ കുടിക്കുന്നു, ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ ആ വീട്ടുകാർ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നു. കണ്ടിട്ടില്ലേ? അങ്ങനെ അവരൊന്നും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒത്തുചേർന്ന് കൊണ്ടൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയാണ്. കണ്ടിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതിയെക്കുറിച്ച് സർക്കാരിന് ഐഡിയ കിട്ടും. ഒരു സെക്കൻഡേ. അപ്പോൾ ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്ന് സർക്കാർ തീരുമാനിക്കാനുള്ള കാരണം സെൻസസ് റിപ്പോർട്ടാണ്. എന്ത് റിപ്പോർട്ടാണ്? ഇനി അതുപോലെ വേറെ ഒരു പദ്ധതിയുണ്ട്. ഒരു വീട്ടിലെ ഒരു അച്ഛനും അമ്മയ്ക്കും കൂടി ആണായിട്ടും പെണ്ണായിട്ടും ഒരൊറ്റ പെൺകുട്ടിയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. ഒരൊറ്റ, അങ്ങനെ ആരെങ്കിലും ഈ ക്ലാസ്സിലുണ്ടോ? അച്ഛനും അമ്മയ്ക്കും കൂടെ ആണായും പെണ്ണായിട്ടും ഒരൊറ്റ പെൺകുട്ടിയുള്ളവരാരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ആരുണ്ട്? ദിമയുണ്ടോ? ദിമ ഏക മകളാണോ? അപ്പോൾ ദിമയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു തരാം. കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഒരു സ്കീമിൻ്റെ പേരാണ് ഇന്ദിരാഗാന്ധി ഏകമകൾ സ്കോളർഷിപ്പ്. എന്താണ്? ഇന്ദിരാഗാന്ധി ഏകമകൾ സ്കോളർഷിപ്പ്. ഏകമകൾ സ്കോളർഷിപ്പ്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഏക മകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, എന്തുകൊണ്ട് ഏക മകന് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല? അല്ലേ? ചോദ്യനായല്ലേ? അല്ലേ? ചോദ്യനായല്ലേ? സർക്കാർ കൊടുക്കാനുള്ള കാരണം, നമ്മൾ ഈ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഗർഭിണിയാകുകയോ സ്ത്രീ സംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾക്ക് ഒരാളെയും കൊണ്ട് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഹോസ്പിറ്റലിൽ പോകുമെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് 1994 നിയമം അനുസരിച്ച് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണയം നടത്തുന്നത് ക്രിമിനൽ കുറ്റമാണ് എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടോ? അതായത് പണ്ടൊക്കെ സ്കാനിങ് കഴിയുമ്പോൾ 3-ാം മാസത്തിലൊക്കെ സ്കാനിങ് കഴിയുമ്പോൾ അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ ഡോക്ടർ പറയുമായിരുന്നു, നിങ്ങൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടി എന്ത് കുട്ടിയാണ്, ഒന്നുകിൽ ആൺകുട്ടിയാണ് അല്ലെ പെൺകുട്ടിയാണെന്ന് പറയുമായിരുന്നു. ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാലും ഒരു ഡോക്ടർ നിങ്ങളോട് പറയില്ല, നിങ്ങളുടെ ഈ കൊണ്ടുപോയിരിക്കുന്ന ആളിനുണ്ടാകാൻ പോകുന്ന കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. എന്താ പറയാത്തത്? നിയമം മൂലം നിരോധിച്ചു. എന്താ നിരോധിക്കാനുള്ള കാരണം?
പലപ്പോഴും പെൺകുട്ടികളാണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ രക്ഷകർത്താക്കൾ അങ്ങോട്ട് പറയുകയാണ് ഇതിനെ അബോർട്ട് ചെയ്ത് കളയണം, ഗർഭഛിദ്രം നടത്തണം എന്ന് പറയുന്നു. അങ്ങനെ ഇടക്കാലത്ത് ഇന്ത്യയിൽ പെൺകുട്ടികളുടെ ജനന നിരക്ക്, ബർത്ത് റേറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? കുറയാൻ തുടങ്ങി. അപ്പോൾ സെൻസസ് റിപ്പോർട്ട് സർക്കാരിന് മനസ്സിലായി ഇങ്ങനെ പോയാൽ ഇത് വലിയ അപകടകരമായ അവസ്ഥയിലേക്ക് പോകും. പലപ്പോഴും ഇവർ പെൺകുട്ടികളെ കൊല്ലാൻ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ, തമിഴ്നാട് ചില ഉൾഗ്രാമങ്ങളിലൊക്കെ ജനിക്കുന്ന കുട്ടി പെൺകുട്ടിയാണ് എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ പെൺകുട്ടിയെ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ വായ്ക്കകത്തിലേക്ക് കുറച്ച് നെല്ല് ഇട്ട് കൊടുക്കും. എന്തിനാണ് നെല്ലിട്ട് കൊടുക്കുന്നത്? ഈ നെല്ല് അരിയെ കവർ ചെയ്തിട്ട് ആ നെല്ലിൻ്റെ പുറത്ത് കാണുന്നൊരു തോട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലോട്ടൊക്കെ അവലും മല്ലരും ഒക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ ആക്രാന്തം മൂത്ത് കൈയിടുമ്പോൾ വീട്ടുകാർ പറയത്തില്ലേ ഉടനെ വാരി തിന്നരുത്, അത് പാറ്റിപ്പെറുക്കി അതിനകത്തിലെ അരി എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യാവൂ? അത് എല്ലാവരുടെ മൈക്ക് ഓൺ ചെയ്യുന്നതുകൊണ്ടാണ്. അതായത് നിങ്ങൾക്ക് വീട്ടിലേക്ക് അവലും മലരും എന്നൊക്കെ പ്രസാദം എടുത്തില്ലേ, അവലും മലരും, ഇത് മേടിച്ചോണ്ട് വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തിന്നാൻ കൈയിടുമ്പോൾ വീട്ടിലെ പ്രായമുള്ള ആളുകൾ പറയും അതിപ്പോൾ വാരി തിന്നരുത്, അത് പാറ്റിപ്പെറുക്കി അതിനകത്തിലെ എന്തെടുത്ത് കളയണം? ഈ നെല്ലെടുത്ത് കളയണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? നമ്മൾ തിന്നുമ്പോൾ ഈ നെല്ല് എവിടെ പോകാൻ സാധ്യതയുണ്ട്? ശ്വാസകോശത്തിൽ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ നിങ്ങൾ രക്തം ഛർദ്ദിച്ചു മരിക്കും. രക്തഛർദ്ദിച്ച് ഇങ്ങനെ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട്ടിൽ എന്ത് ചെയ്യുന്നത്? ഈ പെൺകുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ അവരുടെ വായിലേക്ക് ഈ നെല്ലിട്ട് കൊടുത്തവരെ കൊല്ലുന്ന പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് സർക്കാർ എന്ത് നടപ്പിലാക്കിയത്? ഈ ഇന്ദിരാഗാന്ധി ഏകമകൾ സ്കോളർഷിപ്പ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും കൂടി ഒരു പെൺകുട്ടിയേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എങ്കിൽ ആ പെൺകുട്ടിക്ക് മാസം 2000 രൂപ വെച്ച്, മാസം എത്ര വെച്ചാണ്? 2000 രൂപ വെച്ച് സർക്കാർ എന്തായി നൽകും? സ്കോളർഷിപ്പായി നൽകും. എന്തായി നൽകും? അപ്പോൾ ഒരു സാമ്പത്തികപരമായ പിന്തുണയായില്ലേ? ഇങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെയും കേന്ദ്ര ഗവൺമെൻറ്റുകളെയും ഒക്കെ സഹായിക്കുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആരാണ്? അപ്പോൾ അടുക്കള മുതൽ ഒരു രാജ്യത്തിൻ്റെ ഭരണം വരെയുള്ള സ്റ്റാറ്റിസ്റ്റിക്സിന് ഉപയോഗം മനസ്സിലായല്ലോ. ഇനി ഓക്കെ, ഇനി നമ്മൾ കുറച്ചുകൂടെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന വിവരങ്ങളെ നമ്മൾ എന്തോ വിളിക്കുന്നതെന്ന് പറഞ്ഞു? ഡേറ്റ. ഡേറ്റയെ നമ്മൾക്ക് 3 രീതിയിൽ അവതരിപ്പിക്കാം. എത്ര രീതിയിൽ അവതരിപ്പിക്കാം? 3 രീതിയിൽ. ഒന്നാമത്തെ രീതിയുടെ പേരാണ് റോ ഡേറ്റ. എന്ത് വിളിക്കും? ഉദാഹരണം പറഞ്ഞു തന്നാൽ, നിങ്ങളിപ്പോൾ 25 പേര് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ 25 പേർക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ ടെസ്റ്റ് പേപ്പർ നടത്തിയെന്ന് വിചാരിക്കാം. അതിൻ്റെ പേപ്പർ നോക്കി ഞാൻ നിങ്ങൾക്ക് മാർക്ക് തന്നു. ഞാൻ ഈ മാർക്കുകളൊക്കെ ഒന്ന് കോമ ഇട്ട് നിരത്തി എഴുതിയാൽ, എങ്ങനെയാണ് എഴുതിയാൽ അതിനെ വിളിക്കുന്ന പേരാണ് റോ ഡേറ്റ. അതിനെന്തോ വിളിക്കുന്നു? അപ്പൊ 25 മാർക്കുകൾ കോമ ഇട്ട് നിരത്തി എഴുതിയതിനെ വിളിക്കുന്ന പേരാണ് റോ ഡേറ്റ. എന്ത് വിളിക്കുന്നു? രണ്ടാമത്തേനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് കേസ്. എന്ത് വിളിക്കുന്നു? ഒരു ഉദാഹരണം പറഞ്ഞാൽ, 18 മാർക്ക് മേടിച്ച 3 പേര് ഈ ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കാം. 18 മാർക്ക് മേടിച്ച, അപ്പൊ ഞാനിത് റോ ഡേറ്റ ആയിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതണം? 18 എന്ന് എഴുതണ്ടേ? എന്നാൽ ഇങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. മാർക്ക് എന്നൊരു കോളം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നൊരു കോളം. മാർക്കിന്റെ കോളത്തിൽ 18 എന്ന് എഴുതുന്നു, കുട്ടികളുടെ എണ്ണത്തിന്റെ കോളത്തിൽ 3 എന്ന് എഴുതുന്നു. കണ്ടിട്ടുണ്ടോ? ഫ്രീക്വൻസി ടേബിൾ, ആവൃത്തി പട്ടിക. ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്തോ? ഇങ്ങനെ അവതരിപ്പിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിസ്ക്രീറ്റ് ഡേറ്റ. എന്ത് വിളിക്കുന്നു? എന്ത് വിളിക്കുന്നു? എന്ത് വിളിക്കുന്നു? ഡിസ്ക്രീറ്റ് ഡേറ്റ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് കേസ് എന്ന് വിളിക്കുന്നു. ഇനി
നമുക്ക് ഒരു 100 കുട്ടികളുടെ മാർക്ക്, ഒരു 500 കുട്ടികളുടെ മാർക്കാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം റോ ഡേറ്റയും പറ്റില്ല, ഡിസ്ക്രീറ്റും പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടി, ആദ്യത്തെ കോളത്തിൽ ക്ലാസ് എന്നും രണ്ടാമത്തെ കോളത്തിൽ എണ്ണമെന്നും പറയും. എന്നിട്ട് 0 മുതൽ 10 5 പേര്, 10 മുതൽ 20 വരെ 12 പേര്, 20 മുതൽ 30 വരെ 18 പേര്. ഇങ്ങനെ എഴുതുന്നുണ്ടോ? ഇങ്ങനെ എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്കെ. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ വിവരങ്ങളെ നമ്മൾ എത്ര രീതിയിൽ അവതരിപ്പിക്കും? 3 രീതിയിൽ. ഒന്ന് റോ ഡേറ്റ, മാർഗാണെങ്കിൽ മാർഗ്, എണ്ണ, പിന്നെ നിങ്ങളുടെ ഹൈറ്റ് ആണെങ്കിൽ ഉയരമാണെങ്കിൽ ഉയരം, വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ്, എന്താണോ നിങ്ങൾ കളക്ട് ചെയ്ത വിവരം അതിനെ കോമ ഇട്ട് നിരത്തി എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് റോ ഡേറ്റ. എന്ത് വിളിക്കുന്നു? രണ്ടാമത്തേനെ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ്. ഡിസ്ക്രീറ്റ് നോക്കുക, 2 കോളം അല്ലേ, ഓരോ കോളത്തിൽ ഓരോ നമ്പർ വെച്ച് എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ്. മൂന്നാമത്തെ കേസിന്റെ പേരെന്താണ്? കണ്ടിന്യൂസ് കേസ്. കണ്ടിന്യൂസ് കേസിൽ എങ്ങനെയാണ് വിവരങ്ങൾ അവതരിപ്പിക്കുന്നത്? ക്ലാസ് ഇന്റർവൽ ആയിട്ട്. എങ്ങനെ അവതരിപ്പിക്കുന്നു? ക്ലാസ് ഇന്റർവൽ ആയിട്ട്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങളുടെ പുസ്തകം മുഴുവൻ അരിച്ചു പെറുക്കിയാലും നിങ്ങൾക്ക് ഈ 3 വാക്കുകൾ എന്ന് കാണാൻ പറ്റത്തില്ല. ഏത് 3 വാക്ക്? റോ ഡേറ്റ, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ് എന്നീ 3 വാക്കുകളില്ല. ഇതൊക്കെ നിങ്ങൾ അടുത്ത കൊല്ലം +1 വരുമ്പോഴേ ഈ വാക്കുകളൊക്കെ പഠിക്കത്തുള്ളൂ. ഇത്രയും കാര്യം പിടി കിട്ടിയോ? ഓക്കെ. ഈ ബേസിക്കുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ബേസിക്കുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നമ്മളിനി നേരെ എവിടേക്ക് വരികയാണ്? ഓക്കെ. ചാപ്റ്ററിലെ ആദ്യത്തെ ഹെഡിങ് എന്താണ്? മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഈ വാക്കൊന്നും പുസ്തകത്തിലുള്ള കേട്ടോ. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരന്റെ വാക്കാണ് എന്ത്? ആവറേജ്. നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് കമ്പാരിസൺ അല്ലേ? ഇതാണ് ഈ കമ്പാരിസൺ. എങ്ങനെയാണ് നിങ്ങൾക്കൊരു പ്രശ്നമാകുന്നത്? അത് തന്നെ. എന്തോ കാര്യത്തിനായാലും നിങ്ങളായി കാണാതെ മറ്റൊരു കുട്ടിയുമായി കണക്ട് ചെയ്തിട്ടേ വീട്ടുകാർ എന്ത് ചെയ്യൂ? വഴക്ക് പറയുകയോ അഭിനന്ദിക്കുകയോ എന്ത് കാര്യം ചെയ്താലും ഒരു കമ്പാരിസൺ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ആവറേജ് അഥവാ ശരാശരി ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ കമ്പാരിസണ് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ മുമ്പേ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ ഏതാണ്ട് 9 സ്ഥാപനങ്ങളിലെ കുട്ടികളെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നുണ്ട്. അതിലെവിടുത്തെ കുട്ടികളാണ് കണക്കിൽ നല്ല നിലവാരം പുലർത്തുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഒരു മാർക്ക് ഷീറ്റൊക്കെ തയ്യാറാക്കി. പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു മാർഗം എന്ന് പറയുന്നത് എല്ലാ സ്ഥാപനങ്ങളിലെയും കുട്ടികളുടെ മാർക്കിൻ്റെ ആവറേജ് അഥവാ ശരാശരി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങൾ ആവറേജ് അഥവാ ശരാശരി കണ്ടുപിടിക്കുന്നത്? എല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുന്നു. സം ഡിവൈഡഡ് ബൈ നമ്പർ അല്ലേ ചെയ്യുന്നത്? അപ്പൊ ഈ ആവറേജ് നോക്കുമ്പോൾ ഏത് സ്ഥാപനത്തിലെ ആവറേജ് ആണോ കൂടിയിരിക്കുന്നത് ഞാൻ എന്തു പറയും? ആ സ്ഥാപനത്തിലെ കുട്ടികൾ നല്ല നിലവാരം പുലർത്തുന്നു. ഇതിൽ എവിടുത്തെ കുട്ടികളുടെ ആവറേജ് ആണോ ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ എന്തു പറയും? അവിടെയുള്ള കുട്ടികൾ വളരെ മോശമാണെന്ന് പറയും. ഇങ്ങനെ കമ്പയർ ചെയ്യുന്നതിനാണ്, താരതമ്യം ചെയ്യുന്നതിനാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? സ്റ്റാറ്റിസ്റ്റിക്സിലെ ആവറേജുകൾ, ശരാശരികൾ ഉപയോഗിക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രധാനമായിട്ടും 5 ആവറേജാണ് ഉള്ളത്. എത്ര ആവറേജ് ഉണ്ട്? 5. ഒന്ന് അരിത്തമെറ്റിക് മീൻ. എന്താണ്? നിങ്ങൾ ഈ എല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിച്ച് കണ്ടുപിടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിന് പറയുന്ന സയന്റിഫിക് വേർഡാണെന്ത്? അരിത്തമെറ്റിക് മീൻ. എന്താണ്? രണ്ടാമത്തെ പേരാണ് മീഡിയൻ. എന്താണ്? 9ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ മീഡിയൻ കണ്ടുപിടിക്കുന്നത്?
പഠിച്ചിട്ടില്ലയോ മീഡിയൻ? 9 പഠിച്ചിട്ടില്ലയോ മീഡിയൻ? ഓക്കെ. മൂന്നാമത്തെ ആളിന്റെ പേരാണ് മോഡ്. എന്താണ്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിങ്ങൾ ഇത് മൂന്നും 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അരിത്തമെറ്റിക് മീനും പഠിച്ചിട്ടുണ്ട്, മീഡിയനും പഠിച്ചിട്ടുണ്ട്, മോഡും പഠിച്ചിട്ടുണ്ട്. ഇനി 2 പേരോടുണ്ട്. ആരൊക്കെയാണ്? ജോമെട്രിക് മീനും ഹാർമോണിക് മീനും. തൽക്കാലം നിങ്ങൾക്ക് ഇവരെ ഡിഗ്രി വരെ എത്തുന്നവരെ പഠിക്കാനില്ല. ഡിഗ്രിക്ക് വരുമ്പോൾ മാത്രം ജോമെട്രിക് മീനും ഹാർമോണിക് മീനും പഠിച്ചാൽ മതി. തൽക്കാലം നിങ്ങൾ ആരെ മാത്രം പഠിച്ചാൽ മതി? അരിത്തമെറ്റിക് മീൻ, മീഡിയൻ, മോഡ്. ഈ 3 പേരെ എന്ത് ചെയ്താൽ മതി? മോഡ്. ഹലോ മോഡ് മീൻസ് മോസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് മോഡ്. പെട്ടെന്നൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നിങ്ങളൊരു ചെരുപ്പ് കടയിൽ ചെരുപ്പ് മേടിക്കാൻ ചെന്നാൽ അവിടെ പല അളവിലുള്ള ചെരുപ്പുകളുണ്ടാവും. പക്ഷേ ഒരു 7 ഇഞ്ച്, 8 ഇഞ്ച്, 9 ഇഞ്ച് സൈസിലുള്ള ചെരുപ്പുകൾ അവിടെ കൂടുതലായിരിക്കും. ശരിയോ തെറ്റോ? ശരിയാണ്. എന്താ കാര്യം? ആ കടയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ആ സൈസിലുള്ള ചെരുപ്പാണ്. അപ്പോൾ ആ സൈസിന്, അല്ലെങ്കിൽ ആ 7 ഇഞ്ച് അല്ലെ 8 ഇഞ്ച് 9 ഇഞ്ചിനെ പറയുന്ന പേരാണ് മോഡെന്ന് പറയും. എന്ത് പറയും? മോഡ്. ഓക്കെ. നമുക്കിപ്പോൾ തൽക്കാലം ഇതിലെ 2 പേരെ കുറിച്ച് പഠിച്ചാൽ മതി. ഒന്ന് അരിത്തമെറ്റിക് മീനും 2 മീഡിയനും മാത്രമാണ് ഈ വർഷം എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് 1ാമത്തെ ആളിനെ കുറിച്ച് പഠിക്കാം. അരിത്തമെറ്റിക് മീൻ. ആരാണ്? അതിലെ കേസ് 1 റോ ഡേറ്റയെ കുറിച്ച് പഠിക്കാൻ പോവാം. ആരെ കുറിച്ചാണ്? കേസ് 1 റോ ഡേറ്റ. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞത് എന്തുവായിരുന്നു റോ ഡേറ്റ? നിരത്തി എഴുതിയിട്ട് കോമ ഇട്ട് വേർതിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റോ ഡേറ്റ. നിരത്തി എഴുതിയിട്ട് കോമ ഇട്ട് എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? റോ ഡേറ്റ എന്ന് പറയുന്നത്. നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് എന്നോട് ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. ആ എക്സാമ്പിൾ ഗൗരി ഒന്ന് വായിച്ചേ. The monthly income of 10 households in a neighborhood are these. ഒരു സെക്കൻഡ്. 1 2 3 4 5 5 5 10 നമ്പർ തന്നിരിക്കുന്നു. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? മീൻ മന്ത്ലി ഇൻകം കണ്ടുപിടിക്കണം. അതായത് ഒരു പ്രദേശത്ത് താമസിക്കുന്ന 10 കുടുംബങ്ങളുടെ മാസ വരുമാനം തന്നിരിക്കുന്നു. നിങ്ങൾ ആ മാസ വരുമാനത്തിന്റെ മന്ത്ലി ഇൻകത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം? മീൻ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും മീൻ? ഗൗരി, മീൻ എങ്ങനെ കണ്ടുപിടിക്കും ഗൗരി? സം ഡിവൈഡഡ് ബൈ നമ്പർ. അതെല്ലാം കൂടെ കൂട്ടി എണ്ണം കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ കൂട്ടിയപ്പോൾ കിട്ടിയ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് 1,92,850 ഡിവൈഡഡ് ബൈ 10. ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ 19,000 അല്ലേ? ഇല്ലയോ? ഇതാണ് അവിടുത്തെ മീൻ മന്ത്ലി ഇൻകം. ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതെനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചത് അതുകൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഈ ആവറേജ് കണ്ടുപിടിച്ചതിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാകാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുകയാണ് അല്ലേ? നമ്മൾ ഗ്രാമപഞ്ചായത്തിലേക്ക് നമ്മുടെ വാർഡിൽ നിന്ന് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കും. എന്താണ് അയാളുടെ ജോലി? അയാളുടെ ജോലി എന്ന് പറയുന്നത് ആ വാർഡിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളെയും റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ്. എന്ത് ചെയ്യുക എന്നുള്ള ജോലിയാണ്? ഉദാഹരണത്തിന് നമ്മുടെ വാർഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് നമ്മുടെ വാർഡിൽ താമസിക്കുന്ന 1200 വോട്ടർമാർക്ക് ഒരുമിച്ച് പഞ്ചായത്തിൽ പോയി എന്ത് ചെയ്യാൻ പറ്റില്ല? പറയാൻ പറ്റില്ല. അത് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് നമ്മൾ ഒരാളെ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു?
സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ 19,285 എന്ന് പറയുന്നത് എന്താണ്? ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ്. ആ 10 കുടുംബങ്ങളുടെ മാസവരുമാനത്തിൻ്റെ മന്ത്ലി ഇൻകത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത്? 19,285 എന്ന് പറഞ്ഞത്. ഇനി നിങ്ങൾ അവിടെ കൊടുത്തിരിക്കുന്ന മന്ത്ലി ഇൻകം ഒക്കെ നോക്കിയാൽ അത് ഏകദേശം 19,285 അടുത്ത നമ്പറുകളാണ് കിടക്കുന്നത്. ശരിയല്ലേ? ഈ 19,285 ഒരുപാട് വലിയ നമ്പരും അതിനകത്തിലില്ല, ഒരുപാട് ചെറിയ നമ്പരും അതിനകത്തിലില്ല. ശരിയാണോ? ഏതാണ്ട് ഇതിന്റെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ കറങ്ങിക്കിടക്കുന്ന കുറച്ച് നമ്പറുകളല്ലേ ആ കൊടുത്തിരിക്കുന്ന 10 നമ്പരും. അപ്പോൾ ആവറേജിന്റെ അരിത്തമെറ്റിക് മീനിന്റെ ഉപയോഗം മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു എക്സാമ്പിൾ ആണ്, വീണ്ടും ഒരു എക്സാമ്പിൾ 2. ആ എക്സാമ്പിൾ 2 ആദി സുരേഷ് ഒന്ന് വായിച്ചേ. ആദി സുരേഷ്. ആദിയില്ല. അഭിനവ് സജു. ആദി ഉണ്ടോ? ആ, ആദി എക്സാമ്പിൾ 2 ഒന്ന് വായിച്ചേ. ആ, വായിച്ചാട്ടെ. Now suppose someone with a monthly income of 1,75,000. 1,75,000. എത്രയാണ്? 1,75,000 rupees comes to live in the neighborhood. What is the mean monthly income of 11 household? അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? നേരത്തെ പറഞ്ഞ 10 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് 11ാമത്തെ ഒരു പുതിയ കുടുംബം വരികയാണ്. അവരുടെ മന്ത്ലി ഇൻകം എത്രയാണ്? 1,75,000 രൂപയാണ് അവരുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത്. ഇനി നമ്മോട് ചോദിക്കുകയാണ്, ഈ 11 കുടുംബങ്ങളുടെ മന്ത്ലി ഇൻകം നമ്മൾ എന്ത് ചെയ്യണം? കണക്കാക്കണം. നമ്മൾ എങ്ങനെ കണക്കാക്കും? നേരത്തെ ഓൾറെഡി 10 എണ്ണം കൂട്ടി നമ്മുടെ ഇരിപ്പുണ്ട്. അതിനോട് കൂടി ഈ 11ാമത്തെ മന്ത്ലി ഇൻകം കൂടെ കൂട്ടി കിട്ടുന്ന നമ്പറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 33,440. ശരിയാണോ? ശരിയാണോ? ആണോ? നിങ്ങളൊന്ന് നോക്കിക്കേ. ആദ്യത്തെ 10 കുടുംബങ്ങളുടെ മന്ത്ലി ഇൻകത്തിന്റെ അരിത്തമെറ്റിക് മീൻ എത്ര ആയിരുന്നു? 85. ഇപ്പൊ വന്നപ്പോൾ അത് എത്രയായി മാറി? നിങ്ങൾ നോക്കിക്കേ. ഈ വരുമാനവും നേരത്തെ തന്നിരുന്ന 10 കുടുംബങ്ങളുടെ വരുമാനവും തമ്മിൽ എന്തേലും ബന്ധമുണ്ടോ നോക്കിക്കേ നിങ്ങൾ. അതിനേക്കാളൊക്കെ ഒരുപാട് കൂടിയ സംഖ്യയാണ് ആരെന്ന് പറയുന്നത് 33,440. ഇത് നമ്മുടെ അരിത്തമെറ്റിക് മീനിന്റെ ഒരു വലിയ കുഴപ്പമാണ്. അരിത്തമെറ്റിക് മീനിന്റെ ഒരു വലിയ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം അഥവാ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ജോഗ്രഫിക് എക്കണോമിക്സിനകത്ത്. അഭിനവേ, പെർ ക്യാപിറ്റൽ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം എന്നൊരു സാധനം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫാത്തിമമാർ? ഫാത്തിമയോടും ഫാത്തിമ ഫിദായോടുമാണ് ചോദ്യം. പഠിച്ചിട്ടുണ്ടോ? ഹലോ, ദിമ പഠിച്ചിട്ടുണ്ടോ? ദിമ. ഫാത്തിമമാര് പഠിച്ചിട്ടുണ്ടോ? എന്താണ് പെർ ക്യാപിറ്റൽ ഇൻകം അഥവാ പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ? ആ ഓർമ്മ വെച്ച് പറഞ്ഞാൽ മതി. എന്താണ് പ്രതിശീർഷ വരുമാനം, പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് വെച്ചാൽ? രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തെ, രാജ്യത്തിന്റെ ടോട്ടൽ ഇൻകത്തെ ആ രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനെ വിളിക്കുന്ന പേരാണ് പെർ ക്യാപിറ്റൽ ഇൻകം, പ്രതിശീർഷ വരുമാനം. പഠിച്ചിട്ടുണ്ടല്ലോ?
ഉദാഹരണത്തിന് 2010 ഇന്ത്യയിൽ അല്ലെങ്കിൽ 2019 ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം 75,000 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം 1,00,000 രൂപയാണ്. അതായത് 2019 ഇന്ത്യയിലെ പെർ ക്യാപിറ്റൽ ഇൻകം പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് 75,000 രൂപയായിരുന്നു. എന്നാൽ ഇന്ന് 2020 ഇന്ത്യയിലെ പ്രതിശീർഷ വരുമാനം പെർ ക്യാപിറ്റൽ ഇൻകം എത്രയായി? 1,00,000. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കി? ഇന്ത്യക്കാരെല്ലാം ആരായി മാറി? കാശുകാരായില്ലോ? ഇന്ത്യക്കാർ മൊത്തം കാശുകാരായില്ലോ? കഴിഞ്ഞ വർഷം വരെ എല്ലാരെങ്കിലും 75,000 ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഇപ്പൊ എല്ലാരെങ്കിലും എത്ര രൂപ വീതം ഉണ്ട്? 1,00,000 രൂപയാണ്. ഇതാണ് കണക്കിലെ കുഴപ്പമെന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ് കുഴപ്പം പറ്റിയതെന്ന് ചോദിച്ചാൽ, ഈ 75,000 രൂപ 1,00,000 രൂപ ആയതിൽ നമുക്ക് വലിയ റോളൊന്നുമില്ല. ഇല്ല. കാശ് ആരുടെ കൂടി? അംബാനിയുടെ കൂടി, അദാനിയുടെ കൂടി, അസിം പ്രേംജിയുടെ കൂടി, ഇല്ലേ, ലക്ഷ്മി മിത്തലിന്റെ കൂടി, ടാറ്റയുടെ കയ്യിൽ കൂടി. കൂട്ടാൻ നേരത്ത് ഇവരുടെ എല്ലാവരുടെയും കാശെടുത്ത് വെച്ച് കൂട്ടിയേച്ച് നമ്മുടെയും കൂടെ എണ്ണം വെച്ച് ഹരിക്കും. അപ്പൊ കാശ് നോക്കും നമ്മുടെ കയ്യിലൊക്കെ ഇപ്പൊ എത്ര രൂപ വീതം ഉണ്ട്? 1,00,000. പക്ഷെ കാശ് ആരുടെ കയ്യിലായിരിക്കുന്നേ? ഇന്ത്യക്കാരന്റെ അവസ്ഥ നോക്കിയാൽ 2 രൂപയ്ക്ക് അരി മേടിക്കാൻ പോലും പറ്റാത്ത 60% ജനങ്ങൾ എവിടെ താമസിക്കുന്നുണ്ട്? ഇന്ത്യയിലുണ്ട്. ഇത് അരിത്തമെറ്റിക് മീനിന്റെ ഒരു വലിയ പ്രശ്നമാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു 10 നമ്പറിൻ്റെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ തന്നു എന്ന് വിചാരിക്കാം. അതിലെ 9 നമ്പറുകൾ സിമിലർ നേച്ചർ, സമാന സ്വഭാവമുള്ള നമ്പരാണ്. 10ാമത്തെ ഒരു നമ്പർ ഇവരെ അപേക്ഷിച്ച് വളരെ കൂടുതലോ വളരെ കുറവോ ആണെങ്കിൽ അരിത്തമെറ്റിക് മീൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന എല്ലാ ഇൻഫർമേഷൻസും എന്തായിരിക്കും? തെറ്റായിരിക്കും. കാര്യം ഇവിടെ കിട്ടിയോ? അതുകൊണ്ടാണ് ബാക്കിയുള്ള കുടുംബങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടിയ വരുമാനമുള്ള ഒരു കുടുംബം അവിടത്തെ വന്നപ്പോഴത്തേക്ക് എന്തങ്ങ് കൂടിപ്പോയത്? അരിത്തമെറ്റിക് മീൻ കൂടിപ്പോയത്. അപ്പം നമ്മൾ മറ്റൊരു ആവറേജിനെ കുറിച്ച് ചിന്തിക്കും. അതാണ് അടുത്ത ഹെഡിങ്. എന്താണ്? അനദർ ആവറേജ്. എന്തോ അനദർ ആവറേജിന്റെ പേര്? മീഡിയൻ. എന്താണ്? മീഡിയൻ. അപ്പോൾ എങ്ങനെയാണ് റോ ഡേറ്റയുടെ മീഡിയൻ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ നോട്ടായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ നോട്ട് ദിമയൊന്ന് വായിച്ചേ. ദിമ, എങ്ങനെയാണ് റോ ഡേറ്റയുടെ അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുന്നത്? Arrange the given numbers in ascending order or descending order. അതെന്തോ അതിന്റെ അർത്ഥം? Ascending order, ചെറുതിന്ന് വലുതിലോട്ടോ വലുതിന്ന് ചെറുതിലോട്ടോ നമ്പേഴ്സ്. തന്നിരിക്കുന്ന നമ്പറുകളെ നമ്മൾ ഒന്നുകിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതണം, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതണം. എന്നിട്ട് എന്ത് ചെയ്യണം? Select the middle one. അങ്ങനെ അറേഞ്ച് ചെയ്തതിനകത്തിൽ നിന്ന് ഒത്ത നടുക്കുള്ള ആളിനെ നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അടുത്തത് In the middle, if there are 2 terms, take the average of these 2 terms. അങ്ങനെ ചിലപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ മിഡിലിൽ എത്ര നമ്പർ വരാൻ സാധ്യതയുണ്ട്? 2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ആവറേജ് എടുക്കണം. ഇത് നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? എങ്ങനെ മീഡിയം കണ്ടുപിടിക്കുന്ന പഠിച്ചിട്ടില്ലേ? അപ്പൊ അത് വെച്ചുകൊണ്ട് നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പോവാണ്. നേരത്തെ ഉണ്ടായിരുന്ന 10 കുടുംബങ്ങളുടെ കൂട്ടത്തിൽ 1,75,000 രൂപ വരുമാനമുള്ള 11ാമത്തെ കുടുംബത്തെയും കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതിന്റെ മീഡിയം കണ്ടുപിടിച്ചു. മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ദിമേ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ascending orderലോ descending orderലോ. ഇവിടെ ഇപ്പൊ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതി അല്ലേ? എഴുതിയിട്ട് അതിന്റെ മിഡിലിൽ വന്ന നമ്പർ സെലക്ട് ചെയ്തു. അതിന്റെ മിഡിൽ ആരാ വന്നിരിക്കുന്നേ? 19,500. നോക്കിക്കേ, നമ്മൾ മുമ്പേ കണ്ടുപിടിച്ച അരിത്തമെറ്റിക് മീനും ഇപ്പോൾ കണ്ടുപിടിച്ച മീഡിയനും ഏതാണ്ട് അടുത്തടുത്ത നമ്പർ അല്ലേ വന്നിരിക്കുന്നത്? അത് എന്ത് കണ്ടുപിടിച്ചത് കൊണ്ടാണ്? മീഡിയൻ കണ്ടുപിടിച്ചോണ്ടാ. നമ്മൾ അതിന് പകരം അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിച്ചപ്പോ എത്ര കിട്ടിയത്? 33,440. ആക്ച്വലി എത്രയേ ഉള്ളൂ അവിടുത്തെ ആവറേജ്? അപ്പൊ ഇവർ തമ്മിലുള്ള വ്യത്യാസം പിടി കിട്ടിയോ?
അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ, അരിത്തമെറ്റിക് മീൻ ആണോ മീഡിയൻ ആണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ. നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ അതിനകത്ത് തരും നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത്. കാര്യം പിടി കിട്ടിയോ? കാര്യം പിടി കിട്ടിയോ? ഓക്കെ, ശരി. അപ്പോൾ ഇത്രയാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തന്നത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ് നമ്പർ 1 ഭവ്യ ഇല്ല. ക്ലാസ് നമ്പർ 2 ഉണ്ടോ? അമൃത കൃഷ്ണൻ ഉണ്ടോ? ഇല്ല. ക്ലാസ് നമ്പർ 4 ഹർഷ ഉണ്ടോ? ക്ലാസ് നമ്പർ 6 ഭദ്ര ഇല്ല. ക്ലാസ് നമ്പർ 11 കൃസൻ. ക്ലാസ് നമ്പർ 21 അഭിജിത്ത് അജയ്. ക്ലാസ് നമ്പർ 24 ഏബൽ ഇല്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർക്ക് എഴുതുക. വർക്ക് 1, റിപ്പീറ്റ് ആദ്യം പഠിപ്പിച്ച തിയറി ഉണ്ടല്ലോ, അതായത് ബേസിക്കായ കാര്യങ്ങളൊക്കെ ഒരു തവണ എഴുതണം. പ്രോബ്ലം 2 തവണ എഴുതണം. ബേസിക്കായ കാര്യങ്ങൾ എത്ര തവണ എഴുതണം? ഒരു തവണ എഴുതണം. പ്രോബ്ലം എത്ര തവണ എഴുതണം? 2 തവണ. 2 നോട്ട് ബുക്ക് സൈൻ. 3 ഹോംവർക്ക്. എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിടുക സൈഡിലോട്ട്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 245 245 എടുക്കണം. അവിടെ ഒരു 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 3 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യണം. നോട്ട്ബുക്കിൽ തന്നെ ചെയ്തോളൂ കേട്ടോ. 3 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് എവിടെ തന്നെ ചെയ്യുക? നോട്ട്ബുക്കിൽ തന്നെ ചെയ്യുക. ഓക്കെ. ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ല. അപ്പോൾ ഞാൻ ഒരു ഓഡിയോ ക്ലിപ്പ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഇട്ടായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ സ്ഥാപനം, അതായത് പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാഡമിയിൽ വെച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. എല്ലാ രക്ഷകർത്താക്കളും പങ്കെടുക്കണം. എന്തിനാണ് മീറ്റിംഗ് വിളിച്ചതെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. ട്യൂഷൻ സെൻ്ററുകൾ തുറക്കാൻ സർക്കാരിൽ നിന്ന് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പെർമിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഇപ്പോഴും നിങ്ങളുടെ സ്കൂൾ തുറന്നിട്ടില്ല. സ്കൂളിൽ നിന്ന് പലർക്കും ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മറ്റ് സബ്ജക്റ്റുകൾക്ക് നിങ്ങൾ ട്യൂഷന് പോകുന്ന ട്യൂഷൻ സെൻ്ററുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിനോടൊക്കെ അനുയോജ്യമായ രീതിയിൽ എങ്ങനെ നമ്മുടെ സ്ഥാപനം തുറന്ന് കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ആലോചിക്കാനാണ്. അധിക സമയത്തെ പരിപാടിയില്ല. 1 മണിക്കൂർ സമയത്തെ പരിപാടിയേ ഉള്ളൂ. കൃത്യം 11 മണിക്ക് എല്ലാവരും വന്നാൽ 12 ആകുമ്പോൾ മീറ്റിംഗ് തീരും. ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് അവരെ കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തെടുക്കും? ബാക്കി ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാ രക്ഷകർത്താക്കളോടും കൃത്യം 11 മണിക്ക് തന്നെ വന്ന് പങ്കെടുക്കാനായിട്ട് പറയണം. മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരുന്നതിന് ശേഷം പിന്നീട് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കൊച്ചിന് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്ന് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കൃത്യമായി മീറ്റിങ്ങിൽ പങ്കെടുത്താൽ അവിടെ വെച്ച് പറയുകയും അതനുസരിച്ച് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത മീറ്റിങ്ങിന് ശേഷം ഇനി മുതൽ നമുക്ക് അന്നേരം തിങ്കൾ ബുധൻ വെള്ളി എന്ന രീതിയിലായിരിക്കത്തില്ല ക്ലാസ്. ആ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ ഞാൻ നിങ്ങളെ പുറകാലെ അറിയിക്കാം. അതായത് മീറ്റിങ്ങിൽ രക്ഷകർത്താക്കളുടെ കയ്യിൽ കൊടുത്തുവിടും. അതനുസരിച്ചിട്ടായിരിക്കും ഇനി നമ്മുടെ ക്ലാസ് നടക്കുന്നത്. ഓക്കെ ആണല്ലോ? എന്തോ നിങ്ങൾ ഒരു പേപ്പറിനകത്ത് നിങ്ങളുടെ ടൈം ടേബിൾ എഴുതി കൊടുത്തു വിടുക. പേരും പഠിക്കുന്ന സ്കൂളും കൊടുത്തതിന് ശേഷം സ്കൂളിൽ നിന്ന് ക്ലാസ് ഉണ്ടെങ്കിൽ ദിവസവും സബ്ജക്റ്റും സമയവും എഴുതി കൊടുത്തു വിടുക. കൂടാതെ നിങ്ങൾ മറ്റ് സബ്ജക്റ്റുകൾക്ക് ട്യൂഷന് പോകുന്നത് ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അതും കൂടി എഴുതി കൊടുത്തു വിട്ടാൽ പിന്നെ ഒരു ബുക്കും ഒരു പേനയും കൂടെ കൊടുത്തു വിട്ടാൽ മതി. ശരി. പറഞ്ഞാട്ടെ.
ഈ 6, 10 എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ഇതിനകത്ത് 2, 6, 10, 6, 20 2 തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ അതെങ്ങനെ എഴുതണം? ഈ എന്ത് കണ്ടുപിടിക്കുമ്പോഴാ? സാർ ഇതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യനകത്ത് ഡിസ്റ്റൻസ് കവർഡ് ബൈ ആൻ അത്ലറ്റ് ജംപ് പ്രാക്ടീസ് ആർ 610, 620, 618, 620, 625, 621, 615, 610. അതിൽ ഒരേപോലുള്ള സംഖ്യ അതിനകത്ത് തന്നെ എഴുതട്ടെ? അതായത് അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ പ്രശ്നമില്ല. അരിത്തമെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ മീഡിയൻ കണ്ടുപിടിക്കുമ്പോൾ ഈ ആവർത്തിക്കുന്ന നമ്പറുകൾ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടോ അത്രയും പ്രാവശ്യം എഴുതണം. മനസ്സിലായോ? അതായത് ഒരു നമ്പർ ഇപ്പം 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ടെങ്കിൽ മീഡിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതുമ്പോൾ എത്ര തവണ തന്നെ എഴുതണം? അത്രയും തവണ തന്നെ എഴുതണം. ഇപ്പോൾ ഡൗട്ട് മാറിയോ? ശരി. അപ്പോൾ നാളെ പേരൻസ് മീറ്റിങ്ങിന് എല്ലാവരോടും പങ്കെടുക്കാൻ പറയുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അടുത്ത ആഴ്ച മുതലുള്ള ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ക്രമീകരണം ചെയ്യാം. അപ്പോൾ ഓരോരുത്തരായിട്ട് ലെഫ്റ്റ് ആയിക്കോളാം. ഓക്കെ, താങ്ക് യു.